അവല് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. എൻ്റെ കൊച്ചിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണയായിട്ട് നഴ്സറി പോയി തുടങ്ങിയ പിന്നെ അവൾക്ക് ഒരു ദിവസത്തും കൊടുക്കുന്നത് 2-3 ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഭയങ്കര പാടാണ്. അപ്പോൾ കുറച്ച് ദിവസമായി അവലുണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ഈ കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ഈന്തപ്പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധാ കുട്ടികളെ പോലെ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു അവലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അവലിന് വേണ്ട സാധാരണ ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയിട്ട് ആദ്യം തന്നെ ശർക്കരയൊക്കെ ഉരുക്കാനായിട്ട് വെള്ളത്തിൽ വെച്ച്. കാരണം പഞ്ചസാര നമുക്ക് എളുപ്പത്തിൽ ഇടാമെങ്കിലും ശർക്കരയും കൂടെ കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. ശർക്കരയിൽ കുറേ കരടൊക്കെ ഉണ്ട് ഉരുക്കി വരുമ്പോൾ, അപ്പോൾ അത് നമ്മൾ അരിച്ചൊഴിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ഉരുക്കിയാണ് കൊടുക്കാറ്. പിന്നെ നമ്മൾ അവൽ സാധാരണ നന്നായിട്ട് നമ്മൾ അവൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തോരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിന് സാധനം തീരെ കട്ടി കുറവാണ്. അപ്പോൾ ഇത് ഉരുകും, മറ്റെടുത്ത് ഇളക്കുക. അപ്പോൾ 2 പണി ഒരുമിച്ച് കഴിയും. വെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പോകാനും സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ലൊരു ക്രിസ്പിനെസ് ആവശ്യമാണ്. കാരണം എന്താണെന്ന് ക്രിസ്പിയായിട്ട് കഴിക്കാനാണ് കൂടുതലും. എൻ്റെ കൊച്ചിന് ഫ്രണ്ടിലത്തെ പല്ലും അവളുടെ പല്ലും കേടാണ്. അപ്പോൾ അവൾക്ക് കടിക്കാൻ പാടാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ ക്രിസ്പിയായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദം കേട്ടോ, അതാണെങ്കിൽ പെർഫെക്റ്റാണ്. അപ്പോൾ തന്നെ ഓഫാക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ സാധനം അങ്ങനെ ഉരുകി വന്നിട്ടില്ല, മെല്ലെ മെല്ലെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ബാക്കി ഇടിച്ച് ചതയ്ക്കേണ്ട സാധനങ്ങളൊക്കെ അങ്ങ് ഇട്ട് പിന്നെ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും ഉരുക്കി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ഇളക്കി പയ്യെ അങ്ങ് ചതച്ച് ഇടിച്ച് അങ്ങ് ഉരുക്കുവാണ്. സാധാരണ ഇങ്ങനെ ഉരുക്കണ സമയത്ത് ഈ പാത്രം മറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചതുകൊണ്ട് പാകത്തിന് കത്തുന്നില്ല, എങ്കിലും അതിൻ്റെ ആവശ്യത്തിന് കരട്ടുണ്ടായിരിക്കും. പയ്യെ ഞാൻ ചതച്ചങ്ങ് ഉരുക്കുന്നു. ഇനി ഉരുക്കിയ ശേഷം കുറച്ച് സമയം നമുക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ കട്ടയാവണതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തിടുകയാണ്. ഉണക്കമുന്തിരി, ഈന്തപ്പഴം, കാഷ്യൂനട്ട്, തേങ്ങ, അങ്ങനെ സാധനങ്ങളൊക്കെ ഇടുക. പിന്നെ നമുക്ക് ഇളക്കണതിന് മുമ്പ് നമുക്ക് ആ ശർക്കര ഉരുക്കിയത് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇടുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മളിതിൽ കരടില്ലാന്ന് വിചാരിക്കുമെങ്കിലും കരടുണ്ടായിരിക്കും. ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ എപ്പോഴും സാധനങ്ങൾ വൈകിട്ട് വരുമ്പോഴത്തേനും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നല്ലത് നഴ്സറി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെറിയ മധുരമുള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. വീട്ടിലെ കൊച്ചിന് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിക്കും. പിന്നെ ഞാൻ മെനക്കേടാന്നും പറഞ്ഞ് പയ്യെ ഉണ്ടാക്കി കൊടുക്കാൻ മടിക്കും. എങ്കിൽ അവൾക്കിത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാണ്ട് അവൾ കഴിക്കും. ഓരോ ദിവസവും നഴ്സറിയിൽ നിന്ന് വരുമ്പോൾ ചോദിക്കും, അമ്മേ ഇന്ന് എനിക്ക് എന്താ സ്പെഷ്യൽ. നമുക്കത് കേൾക്കാൻ തന്നെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 2:30 ആകുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ കൊച്ചു വരാറായതോ 3:15 ആകുമ്പോഴത്തേനും വരും, എന്താ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ച് യൂട്യൂബ് നോക്കുമോ, എന്തെങ്കിലുമൊക്കെ നമ്മളെന്താ വീട്ടിലിരിക്കുന്ന സാധനം വെച്ച് അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് പുള്ളിക്കാരി വന്ന് അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഇങ്ങനെ നോക്കിയിരിക്കും എന്താ എനിക്ക് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അവൽ കണ്ടപ്പോൾ പുള്ളിക്കാരി ആയി. പിന്നെ കുറച്ച് അവൽ കഴിച്ച് കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരി ചായയൊക്കെ കുടിച്ച് ചായ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ നോക്കിയിരുന്നില്ലെങ്കിൽ ചായ മുഴുവനായിട്ട് പിന്നെ അത് സെരസിക്കായിട്ടൊക്കെയാണ് പരിപാടി. ഞാനിങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുക. കൊച്ചിനത് ഇഷ്ടമായി, അതാ വീണ്ടും അവൾ കോരിയെടുക്കുന്നത്. അല്ലെങ്കിൽ അവൾ കുറച്ച് മാറ്റി വെച്ചേനെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓരോ കുട്ടികൾക്കും ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ചിലർക്ക് അവൽ ഇഷ്ടമായിരിക്കില്ല. എങ്കിലും നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവർക്കത് ഉണ്ടാക്കുമ്പോൾ അവരത് ഒരു വാശി കാണിക്കാണ്ട് അത് കഴിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മളവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അവർ നല്ലതാണെങ്കിൽ അവർ നല്ലതാണ് അമ്മേ എന്ന് നന്നായി താങ്ക് യു പറയുകയാണെങ്കിൽ നമുക്കെന്താ, നമ്മൾ ചെറുപ്പത്തിലേ ഇതൊക്കെ അവരെ കൊണ്ട് നമ്മൾ പറയിക്കാൻ അവരെ ശീലിപ്പിക്കണം. നമ്മൾ ചോദിക്കണം, നല്ലതാണോ മോനെ, താങ്ക് യു പറ. നമുക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്.